ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഒരു വീക്കെൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പുറത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു ബ്ലോഗാണ് എൻ്റെ ഉദ്ദേശം. എത്ര കണ്ടും നമുക്ക് സക്സസ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. എവിടെ കണ്ണാടി കണ്ടാലും വീഡിയോ എടുക്കണത് ഒരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് നമ്മൾ ലിഫ്റ്റിനെയും വെറുതെ വിടുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കുക്കുടുവിനെ പ്രത്യേകം ക്ഷണിച്ചാൽ മാത്രമേ കുക്കുടു വീഡിയോയിലോട്ട് വരുള്ളൂ. അപ്പോൾ ആ ക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നമ്മളെ തന്നെ അഡ്മയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വഴിയെല്ലാം നമുക്ക് പോകേണ്ടത് അങ്ങോട്ടാണ് കേട്ടോ. പക്ഷെ ഞാൻ ആ മരം കണ്ടുകൊണ്ട് എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ജസ്റ്റ് എടുത്തതാണ് കേട്ടോ. ഇത് മരുഭൂമിയല്ല, ഇത് മണല്. നമ്മളിത് ആ അൽബസാം സെൻറ്ററിൻ്റെ അവിടോട്ടാണ് കേട്ടോ പോണത്. അങ്ങോട്ടേക്കല്ല നമുക്ക് പോകേണ്ടത്. അവിടെ നിന്ന് നമ്മളൊരു ഐസ്ക്രീം മേടിക്കാനാണ് പോണത്. നമ്മൾ ഇന്ന് മേടിക്കാൻ ചെല്ലുന്നതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് അവിടെ ഐസ്ക്രീം ഉണ്ടാവില്ല കേട്ടോ. നോക്കാം നമുക്ക് കിട്ടുമെന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ പാവേനെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ വീഡിയോയിൽ എന്തായാലും ഞാൻ പാവേനെ എടുക്കും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് കേട്ടോ നമ്മളുടെ കുക്കുട് നിൽക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ പാവേനെ കിട്ടുമെന്നുള്ളത്. കിട്ടിയെന്ന് തോന്നുന്നു. ഒന്നല്ല, 2 എണ്ണം. പിന്നെ ചുമ്മാ ഐസ്ക്രീം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുമെന്ന് കുക്കുട് എന്നോട് പറഞ്ഞു. കുക്കുട് പറഞ്ഞ പിന്നെ എന്ത് നോക്കാൻ, ഞാൻ അങ്ങ് നടന്നു. ഞങ്ങളിത് വളരെ എസ്തെറ്റിക്കലായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഫോണും പിന്നെ ഐസ്ക്രീമും ഇത് മെൽറ്റ് ആവുന്നതുകൊണ്ട് ഇവിടുത്തെ ചൂടും എല്ലാം കൂടെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം എൻ്റെ ഫോട്ടോസൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോസൊക്കെ എടുക്കുന്ന എൻ്റെ ലൊക്കേഷൻ ഇതാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ എങ്ങോട്ടേ കറക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്കില്ല കേട്ടോ. നമ്മൾ മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു വഴി പോയപ്പോഴത്തേക്കിനും അവിടെ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു റെസ്റ്റോറൻ്റാണെന്ന് തോന്നുന്നു ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അവിടേക്ക് പോയി നോക്കാം എന്നാണ് കേട്ടോ ഒരു ഉദ്ദേശം. ഈ ബാക്കിൽ ഉള്ള ഒരു ഗ്ലോബ് പോലത്തെ ഒരു സംഭവം കാണാനുണ്ട്. അതൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പുറത്ത് നിന്നിട്ടൊന്ന് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓണർ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആട്ടോ. അപ്പോൾ ആ പുള്ളി വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, അകത്ത് വന്നിട്ട് വീഡിയോസ് എടുത്തോ ഫോട്ടോസ് എടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ എന്നാൾ പറഞ്ഞു. ഞങ്ങൾ ആദ്യം ആള് വിളിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ പോകണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ പറഞ്ഞു വന്നോ കുഴപ്പമില്ല, അതിൻ്റെ അകത്തിരുന്ന് ഫോട്ടോസ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടാലോ? ഇത് നല്ല അടിപൊളി ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു വഴി വന്നപ്പോഴത്തേക്കിനും ഈ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊന്നും കയറി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ കഴിഞ്ഞുകൊണ്ട് ഈ ഒരു സ്ഥലം ഇവിടെ ഉണ്ടാവോ എന്നുള്ളത് ഞങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളന്ന് വിചാരിച്ചത് ഇതെന്തോ മ്യൂസിയം പോലത്തെ ഒരു സംഭവമാണെന്നുള്ളതാണ്. പക്ഷേ ഇത് ആക്ച്വലി ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. പിന്നെ ഈ പുള്ളി നമ്മളിവിടേക്ക് ഇൻവൈറ്റ് ചെയ്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് അതൊരു ലോട്ടറി അടിച്ച പോലെ. ഇത് നല്ല ആംബിയൻസ് ഉള്ളൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ പക്ഷേ കുറച്ച് ഫോട്ടോസും വീഡിയോസ് എടുത്ത് അങ്ങ് അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എയർപോർട്ടിൻ്റെ ഒരു ടെർമിനൽ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നത് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ഫ്ലൈറ്റിന് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു. ഒരു ഫ്ലൈറ്റ് വന്നു. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്ലൈറ്റ് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ തന്നെ വളരെയധികം കഷ്ടപ്പെട്ടാണ് അത് കണ്ടുപിടിച്ചത്. നല്ല ദൂരമുണ്ടോ, കാണാൻ പറ്റണില്ല. അപ്പോൾ നമ്മളുടെ ഫ്ലൈറ്റിൻ്റെ ആ ഒരു പ്ലാൻ ക്യാൻസൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു പ്ലാൻ ഫ്രഷ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മളിങ്ങനെ കയ്യിലൊരു സാധനം ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്ട്രേഞ്ചറിനെ കൊണ്ട് ഇങ്ങനെ ഇടിച്ചിട്ട് അവർ തുറക്കുമ്പോഴത്തേക്കിനും അവരുടെ എക്സ്പ്രഷൻ കാണണം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫീല് മനസ്സിലാക്കണം. അങ്ങനെ കുറേ വീഡിയോസ് കണ്ടിട്ടില്ലേ? അപ്പോൾ പെട്ടെന്ന് കുക്കുടെ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാനങ്ങനെ തരപ്പെട്ട ആരും ഇവിടെ കണ്ടില്ല. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങനെ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ആരെങ്കിലും ഒരാളെ കിട്ടുമോ എന്നുള്ളത് നോക്കിയിട്ട്. പക്ഷെ നമുക്ക് ആരും ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് അവിടെ നിന്ന് ഒരാൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ചേട്ടനെ മിഠായി കൊടുത്തോളാം. കണ്ടിട്ട് കുഴപ്പമില്ലാത്ത ചേട്ടനാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം കേട്ടോ. രാഹുൽ. ഓക്കെ, എൻ്റെ പേര് അഭിരാമി. ഞാനിവിടെ വർക്ക് ചെയ്യുക JBT കമ്പനി. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമുണ്ടോ? നമുക്ക് ഇവിടെ ഒരു സ്ട്രേഞ്ചറിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്ട്രേഞ്ചർക്ക് മിഠായി കൊടുക്കാം കേട്ടോ. ഹലോ മാഡം. സ്ട്രേഞ്ചറിൻ്റെ മാസ്ക് ഒന്ന് മാറ്റാൻ പറ്റും? ഓക്കെ, അപ്പോൾ നമ്മളുടെ വ്ളോഗ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടോ. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ.
പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതൊരു ഫണ്ണായിട്ട് കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.